ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ഈ ഒരു പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ 3 ഓഫ് സോർട്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഏസ് ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, 6 of wands, page of swords, 10 of swords, the high priestess card, 3 of wands, 7 of pentacles, king of pentacles, page of wands, 6 of cups, 5 of swords. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നോക്കാം. 5 of cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സണ് രാത്രി സമയത്ത് ചിന്തകൾ നോക്കുകയാണെങ്കിൽ, രാത്രി സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു പഴയ വേദനകൾ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നു. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഓർമ്മ വരുന്നു എന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ശരിക്കും ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷന്റെ പുറത്താണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില വേദനകൾ, ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമങ്ങൾ, കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ മെന്റലി ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ശരിക്കും വെറും ഒരു സാഡ്നെസ് എന്ന പോലെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഒരു കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷമം, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തതോ അല്ലെങ്കിൽ മാറിപ്പോയിട്ടുള്ളതോ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇതിനൊരു മെയിൻ ആയിട്ടുള്ള ആള്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ അതേസമയം തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു സ്നേഹം ഇന്നും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ സമയത്ത് പോലും ആ ഒരു പ്യൂർ ആയിട്ടുള്ള സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവര് നിങ്ങളെ കംപ്ലീറ്റ്ലി അവരുടെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാത്രിയിലൊക്കെ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാണോ എന്നൊരു തോന്നല് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നില്ല. ആ ഒരു ഇമോഷണൽ ഫീലിങ്സിലേക്ക് അവർ പോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് രാത്രി സമയങ്ങളിൽ അവർ എപ്പോഴും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം. ഒറ്റയ്ക്കായതുപോലെ വരുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു രാത്രി സമയങ്ങളിലാണ് അവർ കൂടുതലും ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങൾ. ആ ഒരു സമയത്തൊക്കെ വീണ്ടും ഈ റിലേഷൻഷിപ്പ് തുടങ്ങണമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ, നമുക്കൊരു 6 of wands കാണിച്ചു തരുന്നതാണ്. പുറത്ത് കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ വളരെയധികം കോൺഫിഡൻസ് ആണെങ്കിലും അകത്ത് നല്ല ഈഗോ സ്ട്രഗിൾ ആണ് എന്നാണ്. അപ്പോൾ ഞാൻ ഇനി അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയതുമായിരിക്കാം. എങ്കിലും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരണോ വേണ്ടയോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണോ എന്നൊക്കെ ഇവർ തന്നെ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒരു സ്മോൾ അപ്ഡേറ്റ്സ് വരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കാനായിട്ട് ഒരു ധൈര്യം കുറവാണ്. കാരണം അവർ ചെയ്തിട്ട് പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് അവർക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു കുറ്റബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വന്ന് സംസാരിക്കാനായിട്ട് അവർക്ക് ഒരു മടി ഉള്ളത് പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 10 ഓഫ് വാൻസിൻ്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ഇമോഷണൽ ബേർഡൻ ആണ്. അവരുടെ മനസ്സ് വളരെ ഒരു ടയേർഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ ഇമോഷണൽ വെയ്റ്റ്സ് മുഴുവൻ അവരെ മെന്റലി ശരിക്കും തളർത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പല പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ കാണിക്കാതെയോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അവരിത് കൊണ്ടുപോയിട്ടുള്ളത്. ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റിവെച്ച് അവര് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അങ്ങനെ പോയി അവർ വളരെ ടയേർഡ് ആയിരിക്കുന്നു, മെന്റലി വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. മടുത്ത് ഈ റിലേഷൻഷിപ്പ് കൊണ്ട്, അതാണ് ഇമോഷണലി ഒരു ബേർഡൻ ആയി നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ ആ പേഴ്സൺ കാണുന്നത് പോലെയുള്ള ഫീലിങ്സ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഹിഡൻ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രിസ്റ്റസ് കാർഡിന്റെ ഒരു ഹിഡൻ ഫീലിങ്സ് ആണ് നമുക്ക് പറഞ്ഞത്. അവര് തന്റെ ഫീലിങ്സ് പുറത്ത് ശരിക്കും പറയുന്നില്ല, അവരതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഡീപ്പ് ഇൻറ്റ്യൂഷൻസ് ഒക്കെ അവർക്കുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്ന് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 3 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്, 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ടൈം കറക്റ്റ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം ഓക്കെ ആകുന്ന ഒരു സമയം വരുമെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ടൈം കറക്റ്റ് ആകുമ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽഡ് ആകും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷെ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒന്നും അവർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു സ്ലോ ആയിട്ട് അവര് ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാനായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഓടി വന്നിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ ഇടുന്നതോ അങ്ങനെയൊന്നും നമുക്ക് കാണുന്നില്ല. എങ്കിലും അവർ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. അവരുടെ ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സമയം അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം അവരുടെ കറക്റ്റ് ആകുന്ന സമയത്ത് വീണ്ടും ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും എന്ന് ആ ഒരു എല്ലാം ഓക്കെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ 3 ഓഫ് വാൻസും അതുപോലെ 7 ഓഫ് പെന്റക്കിൾസും കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി മൈൻഡ് സെറ്റ്, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവര് പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. ഇത്രയും നാൾ അവർ ഫീലിങ്സുകളുടെ പുറകെയായിരുന്നു, ഇമോഷന്റെ പുറകെയായിരുന്നു അവർ ഓടിക്കൊണ്ടിരുന്നത്. കാരണം അത്രയധികം ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സ്നേഹം കൊണ്ട് മാത്രം ഒന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അവിടെ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാകുന്നില്ല. അത് നിന്നിടത്ത് തന്നെ നിൽക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് അവർ ചിന്തിക്കുന്നു. റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആകുമോ, ഫ്യൂച്ചർ സെക്യൂർ ആക്കാനായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അതിലാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സമയത്ത് അവർക്ക് സഡൻലി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് വളരെ ഒരു അർജ് തോന്നുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അയക്കണം എന്ന ഒരു ഫീലിങ്സ് എപ്പോഴും അവർക്കില്ല എന്നുള്ളതാണ്. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഓൺ ആൻഡ് ഓഫ് എനർജിയാണ്. ചില സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നുകയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, ഈ ഒരു പേഴ്സണെ വിട്ടുകളയരുത്, വീണ്ടും നേടിയെടുക്കണം, അങ്ങനെയൊക്കെ തോന്നി വളരെ ഒരു ഇത് തോന്നി വളരെ അർജ് തോന്നും, മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഫിലേക്ക് പോകും. അവർ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, ഇതൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്ര സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ഇത്ര ഹേർട്ട് ആയിട്ടുണ്ട്, അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെ മുന്നിലോട്ട് നിർത്തിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ട എന്നൊരു ഓഫ് എനർജിയിലേക്ക് അവർ പോകുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 6 ഓഫ് കപ്സിന്റെ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നൊസ്റ്റാൾജിക് ആൻഡ് മെമ്മറീസ് ആണ്. അതായത് നിങ്ങളുടെ പഴയ ആ ഒരു മെമ്മറീസ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയങ്ങൾ, ഹാപ്പിനെസ്സും ഹാപ്പി മൂമെന്റ്സ്, ഇതെല്ലാം എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ അവർ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ അവർക്ക് ഓർമ്മ വരികയാണ്. അവർ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ്. ഡേ ടൈമിലേക്കാളും കൂടുതൽ നൈറ്റ് ടൈമിലാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റുകളും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് റിഗ്രറ്റും നടക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ മാസ്റ്റർ കാർഡ് 5 ഓഫ് സോർഡ്സ് കാണിച്ചു തരുന്നത്. അവർ ചെയ്ത മിസ്റ്റേക്സ്, ആർഗ്യുമെന്റ്സ് എല്ലാം അവർ വീണ്ടും റീവിസിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഓർത്തെടുക്കുന്നതാണ്. ഈ ഒരു രാത്രി സമയങ്ങളിലൊക്കെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അവരത് ഓർത്തെടുക്കുന്നു.
ഞാൻ ആ പറഞ്ഞത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള സെൽഫ് ക്വസ്റ്റ്യനുകൾ അവർ നടത്തുന്നത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് മാസ്റ്റർ കാർഡാണ്, അത് 5 ഓഫ് കപ്സ് ആണ്. ഇവിടെ അവരുടെ മനസ്സിൽ വളരെയധികം ഒരു നഷ്ടബോധം, ആ ഒരു ഫീലിങ്സ് ആണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ്, നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ ഒരു പെയിൻ ഉണ്ട്. പക്ഷെ അതിന് ഒരു ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവര്. നിങ്ങളെ നഷ്ടപ്പെട്ടതിന് അവർക്ക് വേദനയുണ്ട് എന്ന് അവരത് അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ കൂടിയും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ ഒരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ അതിനെ ഓർത്ത് അവർ ഒത്തിരി വിഷമിക്കുന്ന എനർജീസ് കാണാൻ വരുന്നുണ്ട്. അപ്പം ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ലേറ്റ് നൈറ്റ്സിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വളരെയധികം ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. പഴയ ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഓർത്തിട്ട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു നല്ല രീതിയിലുള്ള സ്നേഹം നിങ്ങളോടുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പേടിയുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ ഒരു സൈലന്റ്ലി അവരിങ്ങനെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയാണ്, പതുങ്ങിയിരുന്ന് നിങ്ങളെ നോക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ കുറച്ച് ഈഗോയും കൺഫ്യൂഷനും ഒക്കെ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നു. ഇതാണ് നമുക്കൊരു ഓവറോൾ എനർജി നോക്കുവാണെങ്കിൽ മനസ്സിലാകുന്നത്. അതൊക്കെ തന്നെയാണ് അവർ നൈറ്റിൽ ഇരുന്ന് ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇന്നും ഒരു പ്രധാനമുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിന്നെ ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ നിന്നിലേക്ക് വരണോ അല്ലെങ്കിൽ നീ എന്നിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് തിങ്കിങ്. ലേറ്റ് നൈറ്റ്സിലാണെങ്കിലും എപ്പോഴാണെങ്കിലും അവർ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഞാനിപ്പം ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് പോയിട്ട് പിടിച്ചുകൊണ്ടുവന്ന് റിലേഷൻഷിപ്പിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അവരായിട്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ, ആ ഒരു ഈഗോ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ആദ്യമായിട്ട് അവർ നേരിട്ട് വരുന്നതിന് മുൻപ് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത് തുടരും എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ സൈലന്റ് ആയിട്ട് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അത് വീണ്ടും ഒരു തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ്, ഓൺലൈൻ ആക്ടിവിറ്റീസ്, ചെറിയ ഹിന്റ് എല്ലാം അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊരു പേജ് ഓഫ് സോഴ്സിന്റെയും അതുപോലെ തന്നെ ഹൈ പ്രസ്റ്റീസ് എനർജിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണത്. അപ്പൊ ഇതിനർത്ഥം ഇപ്പോഴും അവർക്കൊരു ഉറപ്പില്ല എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും എന്നൊരു ഡൗട്ട്. അവരിനി നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊരു, കാരണം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത് ആ ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ടെൻസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഡൗട്ട് അടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സും അതുപോലെ 7 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് വെയിറ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു അപ്രോച്ച് വേണ്ട, കറക്റ്റ് ടൈം വരട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി, കുറച്ച് ഈഗോ ഇഷ്യൂസ് അവർക്കുണ്ട്. കൂടാതെ ഇപ്പൊ അവരുടെ സമയം ശരിയല്ല എന്നൊരു ഫീലിങ്സ് സ്വയമായിട്ടും അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജീസ് ആണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, പേജ് ഓഫ് വാൻഡ്സിന്റെ എനർജി കാരണം ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഹായോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ കാഷ്വൽ റിപ്ലൈ പോലെയുള്ള ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഒരു ഡീപ്പ് കോൺവെർസേഷൻ അത് ആകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനെ ഒരു മെസ്സേജ് വരാനുള്ള ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്ന ഫ്യൂച്ചറിൽ. അതിനുശേഷം നമുക്കിവിടെ 5 ഓഫ് സോഴ്സ് ഉണ്ട്, 5 ഓഫ് കപ്സ് ഉണ്ട്. ആ ഒരു എനർജി കാരണം അവർ ഫുള്ളി ഒന്ന് ഹീൽഡ് ആയ ഒരു അവസ്ഥയിലല്ല ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംടൈംസ് അവർക്ക് തോന്നും അവരെ അപ്രോച്ച് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ തോന്നും. പിന്നെ സഡൻലി അവരതിൽ നിന്ന് വിഡ്രോ ആകും, അവരെ തോട്ട്സ് അവർ ചേഞ്ച് ചെയ്യും. അപ്പം ശരിക്കും ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ സ്ട്രോങ് ആണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി പറയുന്നത് അവര് ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ആണ് ഇപ്പോൾ നടത്തുന്നത്. മുന്നേ പറഞ്ഞെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇമോഷണലി ആയിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആകുമോ, ഫ്യൂച്ചർ സെക്യൂർ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും അവർ സംശയിക്കുന്നുണ്ട്. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അവര് അടുത്തൊരു ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ ഒബ്സർവ് ചെയ്യും, പിന്നെ വെയിറ്റ് ചെയ്യും, പിന്നെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ നടത്തും, ഒരു മെസ്സേജോ ടെസ്റ്റോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. പിന്നെ വീണ്ടും ഒരു പുറകിലേക്ക് പോകും, ഒരു കൺഫ്യൂഷൻ കാരണം ഒരു പുൾ ബാക്ക് ചെയ്യും, പുറകിലേക്ക് പോകും. അപ്പം ഡയറക്റ്റ് ഒരു കൺഫെഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കംബാക്ക് ഉടനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഫ്യൂച്ചറിലെ ഒരു ആക്ഷൻ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എനർജിയിൽ നിങ്ങൾ
ഒരു ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒത്തിരി പ്രതീക്ഷിക്കരുത്. ഇത് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യരുത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരുടെ ഒരു ചെറിയ മെസ്സേജ് കണ്ട് ഇമോഷണലായിട്ട് വളരെ അങ്ങ് പോയിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും അറ്റാച്ച്ഡ് ആകാനായിട്ട് ശ്രമിക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ സ്നേഹമോ ഒക്കെ തരാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാം. അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ചൊരു പേഷ്യൻസും ഉള്ള വ്യക്തികളായിരിക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. അവർക്ക് വരാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു റീഡിങ് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ധൈര്യം ഇല്ലാത്തൊരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവര് ഇനി ഫ്യൂച്ചറിലേക്ക് കുറെ സമയങ്ങൾക്ക് ശേഷം അവരുടെ സമയമൊക്കെ കറക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനും പാടില്ലാത്തതല്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് നമ്പർ 45 ആണ്. ലെറ്റർ പി, 1982 ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 22 ഡ്രൈവർ, ഗാർഡനിങ്, എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ, 1978 ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, ലോങ് ഹെയർ, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. നമ്പർ 41 2 days ഒരു പോസിബിലിറ്റി ആണ്. സോഷ്യൽ വർക്കർ. നമ്പർ 43 2000 എന്ന് പറയുന്ന വർഷം ഇവിടെ കിട്ടുന്നുണ്ട്. റോസ് കളർ, ചാരിറ്റി, ഗവൺമെന്റ് സർവീസ്, ഓഗസ്റ്റ് മന്ത്. നമ്പർ 31 ഹോണസ്റ്റ്, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. വിതിൻ 72 hours പോസിബിലിറ്റി ആണ്. 2023 നമ്പർ 26 1992 ക്രേസ് ഓൺ വെഹിക്കിൾസ്, ഫ്ലവേഴ്സ്, ഫെബ്രുവരി മന്ത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 29. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.